പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലെ 4ാമത്തെ മത്സരം കളിക്കാനായിട്ട് പോവുകയാണ്. നാളെ ചെന്നൈയിൻ FC ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. കഴിഞ്ഞ 3 മത്സരങ്ങളിലും വളരെ നിരാശ നൽകിയ പ്രകടനം കാഴ്ചവെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു. ചെന്നൈ FCയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസും മിഡ്ഫീൽഡും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ സ്കോർ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. ഈ ഒരു സീസണിൽ എങ്ങനെയെങ്കിലും റെലഗേറ്റ് ആവാതെ നോക്കുക എന്നതാണ് ആരാധകരെല്ലാം ആഗ്രഹിക്കുന്നത്. കിരീടം നേടുമെന്ന പ്രതീക്ഷയെല്ലാം ആരാധകർ നേരത്തെ കൈവിട്ടതാണ്. എന്തിന് കോച്ച് പോലും കിരീടം നേടാനൊന്നും സാധിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരുന്നു. നാളത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റല ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാറ്റല പറയുന്നത് എങ്ങനെയാണ്: ആക്രമണത്തിൽ ഗോളുകൾ വരും, പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിരോധം ശക്തമാക്കുകയാണ്. ആ ഭാഗത്ത് നമ്മൾ കൂടുതൽ മെച്ചപ്പെടുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു ടീമായി കൂടുതലും ഒറ്റക്കെട്ടായി കളിക്കുകയും വേണമെന്നാണ് ഡേവിഡ് കാറ്റല പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമെല്ലാം സെറ്റായി വരുമ്പോഴേക്കും ഈ ഒരു സീസൺ കഴിയുമെന്നാണ് തോന്നുന്നത്. ആകെ ഈ ഒരു സീസണിൽ 13 മത്സരങ്ങളാണ് ഒരു ക്ലബിനുള്ളത്. ഇപ്പോഴത്തെ 3 മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട് നിൽക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പരാജയ യാത്ര തുടരുകയാണെങ്കിൽ അടുത്ത സീസണിൽ ലീഗ് കളിക്കാം. നിലവിൽ പരിക്കുമായി ബന്ധപ്പെട്ട ടീമിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഡേവിഡ് കാറ്റലിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇല്ല എന്നായിരുന്നു കാറ്റലിയുടെ മറുപടി. കുറവിന്റെ കാര്യം മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ കുറു അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് കാറ്റല പറയുന്നത്. മറ്റൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡർ ആയിരുന്ന ഒമർ ബാ ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫലോ ഇന്ത്യ എന്നൊരു സെനഗലീസ് താരത്തിനെയാണ് ഒമർ ബാക്ക് പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു താരം നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കും. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.